ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നമുക്ക് നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. ഇന്നലെ 31/7/2024 24,979 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഏതാണ്ട് 50 പോയിന്റ് പ്ലസോടുകൂടി 25,030 എന്ന ലെവലിലായിരുന്നു. എന്നാൽ ആദ്യത്തെ മിനിറ്റിൽ 1 മിനിറ്റ് 3 മിനിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പൺ ആയ ഉടനെ തന്നെ ഒരു ലോവർ സൈഡിലോട്ട് വന്നു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഇതുവരെ ഉണ്ടായിരുന്ന എവർ ടൈം ഹൈയുടെ അടുക്ക വന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ ഈ ഏരിയയിൽ നിന്നും തന്നെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എടുത്തവർക്ക് മോശമല്ലാത്ത ഒരു ടാർഗറ്റ്, ഒരു ATM ബൈ ചെയ്തവർക്ക് എങ്ങനെയായിരുന്നാലും ഒരു 20 പോയിന്റ് 25 പോയിന്റ് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഒരു അപ്പ് മൂവ്മെന്റ് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ലഭിക്കുകയാണെങ്കിൽ, ഇതായിരുന്നു എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം എന്നതായിരുന്നു. എന്നാൽ ഇവിടെ എവിടെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, എവിടെയും ഒരു അപ്വേർഡ് ഡയറക്ഷൻ പിന്നീട് തന്നില്ല. ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തു. വീണ്ടും കിട്ടിയ ഒരു അപ്പ് മൂവിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാതെ ഡൗൺ സൈഡ് തന്നെ ക്ലോസ് ചെയ്യുന്ന കാണുമ്പോൾ ഈ ഏരിയയിൽ നിന്നും കൃത്യമായും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ഓർ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയ ആൾക്കാർക്ക് തീർച്ചയായും നല്ല ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് നല്ല ട്രേഡിംഗ് ചാൻസുകൾ ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന ഈ ലെവലിൽ ഒരു അപ്പ് മൂവിനുള്ള സാധ്യത കണ്ട് ക്ലോസിങ്ങിനോട് കൂടി ചേർന്ന് തന്നെ ഈ ഏരിയയിൽ നിന്നും വീണ്ടും ഒരു ബൈ സാധ്യമാകുമായിരുന്നു. എന്നാൽ അത് പ്രയോജനപ്പെടുത്തിയ ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് ഡേ ആയതുകൊണ്ട് പ്രീമിയം നല്ല മെൽറ്റിംഗ് ആണ്. ആ നിലയ്ക്ക് ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിൽ വാങ്ങാൻ ശ്രമിച്ചവർക്ക് ഒരു അപ്പ് മൂവിനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഈ ലെവൽസ് നോക്കി ഇങ്ങനെ പറയാമെന്ന് മാത്രമേ പറ്റുകയുള്ളൂ. ഞാൻ ചെയ്യാത്ത ട്രേഡുകളാണ്. എന്നാൽ ഞാൻ കൃത്യമായും മാർക്കറ്റ് വാച്ച് ചെയ്യുകയായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ തരത്തിലായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ലഭിച്ചത് തന്നെ വളരെ കുറഞ്ഞ ഒരു മൂവ്മെന്റേ ഉള്ളൂ. നമുക്കറിയാം 25,080 ആണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയരം. അതുപോലെ തന്നെ 25,956 എന്ന ലെവലാണ് ഇന്ന് ലഭിച്ച ലോയും. അപ്പോൾ ഒരു 120 പോയിന്റിന്റെ 120-130 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമേ ഇന്ന് ആകെ ലഭിച്ചത്. ഒരു 125-ൽ താഴെയുള്ള പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ നമുക്ക് എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. 24,984 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ഉയരം ഞാൻ 25,078 എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ഒരുപക്ഷെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക്, അത് പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ, അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഇനി ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഈ ഏരിയയിൽ വന്നിട്ട് ഈ ലൈൻ ടച്ച് ചെയ്ത് ഈ 24,984 എന്ന ലൈൻ ടച്ച് ചെയ്തതിന് ശേഷമാണ് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നതെങ്കിൽ പോലും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ, അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. നിർബന്ധമായി ലഭിക്കേണ്ടത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ഡൗൺ സൈഡിലേക്ക് പൊട്ടിക്കാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്ന 25,122, 147, 196, 243 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഇത് കഴിഞ്ഞ ദിവസം നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റിൽ കാണും. എങ്കിലും ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് ഡേയ്സ് ലോ, അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തവർ തീർച്ചയായും ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നവരെ പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാതെ അല്ലെങ്കിൽ ട്രേഡ് കവർ ചെയ്യാൻ കാത്തു നിൽക്കാതെ ഈ ലെവലിലേക്ക് എത്തുമ്പോൾ തന്നെ ടാർഗറ്റ് ഒന്ന് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം.
അതല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് പ്രോഫിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനും കഴിയും. ഒരുപക്ഷെ ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ കഴിയാതെ ഈ ഏരിയയിലൊക്കെ ചെന്നതിന് ശേഷം പ്രൈസ് ഡൗൺ സൈഡിലോട്ട് വന്ന് ഡേഴ്സ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അല്പം കൂടി ഡിക്ലൈൻ വന്നേക്കാം. അങ്ങനെയെങ്കിൽ അത് കരുതി വേണം ട്രേഡ് ചെയ്യാൻ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 24,984 അഥവാ 24,955 എന്ന ലെവലിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അല്പം കൂടി ഡൗൺ സൈഡ് വന്നേക്കാം എന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 24,897, 797, 855, 798, 758, 700, 24,648 എന്നിങ്ങനെയാണ് പ്രധാന ടാർഗറ്റുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവ കാണാൻ കഴിഞ്ഞേക്കാം. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 51,560 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ഡേയ്സ് ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ട് 884 എന്ന ലെവൽ. അതുപോലെ പ്രധാന റെസിസ്റ്റൻസ് സോണായി ഞാൻ കാണുന്നത് ലെവലായി കാണുന്നത് 52,221 എന്ന ലെവൽ തന്നെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് ഈ ലെവലിന് മുകളിലോട്ടൊക്കെ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോയേക്കാം എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 52,221 ഒരു പ്രധാന ടാർഗറ്റാണ്. തുടർന്ന് 52,343, 52,509 എന്നിങ്ങനെയുള്ള ലെവലുകളും നമുക്ക് ടാർഗറ്റുകളായി പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 51,448 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വരികയാണ് എങ്കിൽ, അതായത് 51,332 എന്ന ലെവലിന് താഴോട്ടൊക്കെ വരികയാണെങ്കിൽ തുടർന്ന് പ്രൈസ് അല്പം കൂടി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാമെന്നാണ് ഞാൻ കണക്കാക്കുക. അപ്പോൾ പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് 50,923 എന്ന സപ്പോർട്ട് ലെവലാണ്. അതുപോലെ അതിനും താഴോട്ടാണെങ്കിൽ 50,773, 50,559 എന്നീ ലെവലുകളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. സെൻസെക്സിൽ എന്താണ് അടുത്ത ദിവസത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് നോക്കാം. 81,797 എന്ന ലെവലാണ് ഞാൻ പ്രധാന സപ്പോർട്ടായി ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ ഉയരം അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. 82,130 ആണത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഈ ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നിവയിലൊക്കെ ഒരു 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിം പരിശോധിക്കുകയായിരിക്കും ആദ്യത്തെ ട്രേഡുകൾക്ക് നല്ലത്. അങ്ങനെയെങ്കിൽ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെന്ന് തോന്നിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി പ്രധാനമായും കരുതിക്കൊണ്ട് കോൾ ഓപ്ഷൻ വാങ്ങി ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 82,130 എന്ന ഇന്നത്തെ ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് പ്രകാരമെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡൗൺ മൂവ്മെന്റിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ
കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 82,191 എന്ന ലെവലിനൊക്കെ മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ പ്രൈസ് അല്പം കൂടി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 82,367, 82,480 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകളും ലഭിക്കാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ്, ഒരു ക്ലോസിംഗ് തരികയാണെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ആണ് എങ്കിലും അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്ന് വെച്ചാൽ, അതായത് 81,695 എന്ന ലെവലിൽ താഴെ ക്ലോസ് ആകുന്നുണ്ട് എന്ന് ഫീൽ ചെയ്താൽ കുറച്ചും കൂടി ഡൗൺ സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കാമെന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇവ നിങ്ങൾക്കും ആവശ്യമെങ്കിൽ രേഖപ്പെടുത്താൻ കഴിയുന്നതാണ്. 81,555, 431, 227, 132, 81,052, 80,962 എന്നിങ്ങനെയാണ് ഈ ടാർഗറ്റ് ലെവലുകൾ. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനൽ ചാർട്ടിൽ രേഖപ്പെടുത്തുക എന്നാണ് ചെയ്യാനുള്ളത്. ഒരു ട്രേഡിൽ ഏർപ്പെടുമ്പോൾ ഒരു ഡയറക്ഷൻ തിരഞ്ഞെടുത്താൽ പോലും നമുക്ക് ലഭിക്കാവുന്ന ഒരു ടാർഗറ്റ് ലെവൽ, അത് എത്ര ദൂരത്തേക്ക് നമ്മളുടെ ഇൻഡെക്സിന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടുകൾ ഉണ്ട് എന്ന് നോക്കിയിട്ട് അത് നമുക്ക് ഒരു പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള അത്രയും റേഞ്ച് ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമാണ് സത്യത്തിൽ നമ്മൾ ഒരു ട്രേഡിൽ ഏർപ്പെടാൻ പാടുള്ളൂ. അതല്ലാതെ ഒരു ട്രേഡിൽ ഏർപ്പെട്ടു പക്ഷേ നമ്മൾക്ക് പ്രതീക്ഷിച്ച ഒരു സാറ്റിസ്ഫൈങ് ആകുന്ന ഒരു ടാർഗറ്റ് ലഭിക്കുന്നില്ലാത്ത പക്ഷം അത്തരം ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം. കാരണം നമ്മൾക്ക് ഒരു ട്രേഡിൽ എൻ്റർ ആകുമ്പോൾ സ്വാഭാവികമായും ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു ടാർഗറ്റ് ലെവലുണ്ട്. ഒരു 500, 1,000 രൂപ, 2,000 രൂപ ഇങ്ങനെ എടുക്കുന്ന ക്വാണ്ടിറ്റിയും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം. എന്നാൽ എത്ര പോയിന്റുകൾക്ക് മൂവിങ് ലഭിക്കാം എന്നുള്ളതെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ട്രേഡിൽ എൻ്റർ ആകുന്നതായിരിക്കും അഭികാമ്യം. ഓക്കെ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അനുഭവം നിങ്ങൾക്കുണ്ടാകാം, അതിനനുസരിച്ച് പെരുമാറുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. താല്പര്യമുള്ളവർ നമ്മുടെ ലെവലുകൾ രേഖപ്പെടുത്തി അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യം കാണിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.